കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കും വഖഫ് ബോർഡ് പ്രവർത്തനമെന്ന ഭാഗം സുപ്രീം കോടതി റദ്ദാക്കി. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശവും നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ബോർഡ് നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടി റദ്ദാക്കി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബോർഡിന് മറ്റൊരു മേൽനോട്ടം ആവശ്യമില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ തീരുമാനം. എന്നാൽ ഹൈക്കോടതി വിധി പൂർണ്ണമായും റദ്ദാക്കണമെന്ന വഖഫ് ബോർഡിന്റെയും ബോർഡംഗം ഒമർ ഫൈസിയുടെയും ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. മുസ്ലിം ഇതര മതസ്ഥരെ ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല വിഷയമെന്നും ബോർഡിലെ അംഗങ്ങളുടെ യോഗ്യത ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വഖഫ് ബോർഡിന്റെ ഹർജിക്കെതിരെ BJP നേതാവ് ഷോൺ ജോർജ് തടസ്സ ഹർജി നൽകിയിരുന്നു. കേസിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാൻ കേരള ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.